നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. വിദേശത്താണ് പപ്പരാസികൾ എന്ന വർഗമുള്ളത്. വിവാദമാകുന്ന ഒരു പ്രശ്നം ഉടലെടുത്താൽ അതിൻ്റെ പിന്നാലെ ക്യാമറ തൂക്കി ഓടുന്നവരെയാണ്, ഈ വർഗത്തിനെയാണ് പപ്പരാസികൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഡയാന രാജകുമാരിയുടെ കാർ അപകടം പോലും ഈ പപ്പരാസികളുടെ നിലവിട്ട പെരുമാറ്റത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഈ സ്വഭാവമുള്ള വെട്ടുകിളികളെപ്പോലെ ഒരു കൂട്ടരെ കൊണ്ട് കാലെടുത്ത് വയ്ക്കാൻ വയ്യാത്ത സ്ഥിതിയായിട്ടുണ്ട്. ഒരു മരണ വീട്ടിലോ ഒരു വിവാഹ സ്ഥലത്തൊക്കെ ചെന്നാൽ ആരും വിളിക്കേണ്ട നാണം കെട്ട കൂട്ടങ്ങളെ വന്ന് ഇടിച്ച് കയറിക്കൊള്ളും. ഒരു സ്റ്റിക്കിൽ ഒരു ഫോണും ക്ലിപ്പ് ചെയ്ത് പത്രക്കാരനാണ്, യൂട്യൂബറാണ് എന്നും പറഞ്ഞ് സ്ഥലകാല ബോധം മറന്ന് എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഒരു കൂട്ടർ ഇവിടെ ചെയ്തു മറിക്കുന്നത്. മാമുക്കോയ മരിക്കുന്നു, അവിടെ മമ്മൂട്ടി മോഹൻലാലും വരുമെന്ന് പറഞ്ഞ് ഒരു 100 എണ്ണം കബർ അടക്കുന്നിടത്ത് പോലും കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ മാമുക്കോയുടെ മകൻ തന്നെ ഒരുത്തൻ്റെ ഫോണ് പിടിച്ചു വാങ്ങുന്ന അവസ്ഥയിലെത്തിച്ചു. അവിടെ ഓരോ കുഴിയിൽ കിടക്കുന്ന ഓരോ മനുഷ്യരല്ലേ, അവിടെയൊക്കെ ചവിട്ടി മാറിച്ച് അതിൻ്റെ പുറത്ത് കയറി നിന്ന് എന്തെല്ലാം കാണിക്കാമോ. കുഴിയിലേക്ക് മാമുക്കയെ എടുത്തു വയ്ക്കുമ്പോൾ മാമുക്കയുടെ മക്കൾക്ക് നിൽക്കാൻ സ്ഥലമില്ല, യവന്മാർ ഇടിച്ചു കയറി നിൽക്കുക. അങ്ങനെ സഹി കെട്ട ആ മൂത്ത മകൻ ഒരുത്തൻ്റെ ക്യാമറയൊക്കെ പിടിച്ചു വാങ്ങിച്ചു. നമ്മുടെ മമ്മൂട്ടിയുടെ അമ്മ മരിച്ചു. ഉടനെ പാഞ്ഞെത്തി ഈ വെട്ടിക്കിളികൾ. ഒറ്റ എണ്ണത്തിന് അദ്ദേഹം ഗേറ്റിനകത്തേക്ക് പോലും കയറ്റിയില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ നടൻ സിദ്ദിഖിൻ്റെ മകൻ അകാലത്തിൽ മരിച്ചല്ല, ഇതുപോലെ അവിടെയും ചെയ്തു. റോഡിൽ നിന്നുള്ള അഭ്യാസങ്ങൾ മാത്രം മതി, വീട്ടിലോട്ട് കയറ്റണ്ടെന്ന് തീരുമാനിച്ചു. ഇവന്മാർക്ക് ബൈറ്റ് കൊടുക്കാനായി മാത്രം എറണാകുളത്ത് കുറേ ചവർ നടികളുണ്ട്. വേഷം കെട്ടി ദുഃഖം കനീഭവിച്ച മോന്തകളുമായിട്ട് വരും. ക്യാമറകൾ വരാത്ത ഒരിടത്തും ഈ ഐറ്റംസുകൾ ചെന്ന് ഞാൻ കണ്ടിട്ടേയില്ല. ക്യാമറകളുള്ളിടത്ത് മാത്രമേ ചെല്ലു. ഈ തമിഴ്നാട്ടിൽ ഒപ്പാരി വിളിക്കാൻ, പൊട്ടിക്കരയാനായിട്ട് കുറച്ച് പേരെ ജോലിക്ക് എടുക്കുമല്ലോ ശമ്പളത്തിന്, മരിച്ച വീട്ടിൽ ഒപ്പാരി വിളി. അതുപോലെയാണ് എറണാകുളത്ത് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും മരിച്ചാൽ അവിടെ ചെന്ന് നിന്ന് ക്യാമറയ്ക്ക് ബൈറ്റ് കൊടുക്കാൻ, എന്നിട്ട് അതിൻ്റെ മുമ്പ് ഒന്ന് മുഖമൊക്കെ വെച്ച് കാണിക്കുന്ന വിക്രികൾ വേണം കാണാൻ. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാഴ്ച സലിംകുമാർ മരിച്ചിടത്തും ഉണ്ടായി. അച്ഛനെ അടക്കാൻ പോകുന്നു, അമ്മ നിലയില്ലാതെ കരയുന്നു. ആശ്വസിപ്പിക്കണം, അനുജനെ ചേർത്ത് നിർത്തണം. ഇതൊക്കെ ചെയ്യുന്ന സലിംകുമാറിൻ്റെ മൂത്ത മകൻ ക്ഷമ കെട്ടിട്ട് യവന്മാരോട് കടക്ക് പുറത്തെന്ന് പറയേണ്ടി വന്നു. അതിനിടയിലൊരു രസം, ഈ ഒരു പെണ്ണുകൂടിയ ഒരു ചെറുക്കയില്ലേ മാങ്കൂട്ടം, അവനെ വെട്ടിലാക്കിയ ഒരു പെണ്ണുണ്ടല്ലോ, സിനിമാടി എന്നാണ് പറഞ്ഞത്. അവൾ ഏത് കോപ്പിൽ അഭിനയിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. അവൾ ഈ മരിച്ച വീട്ടിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടു ചിരിച്ചുകൊണ്ട് മറ്റേ ഏതോ കോമഡി പ്രോഗ്രാം കാണാൻ പോകും പോലെ. എടി ഇതൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു, എന്തിനാണ് ഈ ആൾക്കൂട്ടത്തിൽ വന്ന് ഈ അഭ്യാസം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇളിച്ചോണ്ട് നടക്കണം അവിടെ. അവൾ നടക്കുന്ന കണ്ടാൽ സലിംകുമാറിൻ്റെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഭർത്താവിന് നഷ്ടപ്പെട്ട ഭാര്യയുടെ മനസ്സെങ്കിലും ഈ പെണ്ണ് ആലോചിക്കണ്ടേ, കൂത്തറ. ഇതിനിടയിൽ വേറെയും ഒരു കാഴ്ച കണ്ടു, അടി കൊടുക്കേണ്ട ഒരു കാഴ്ച കണ്ടു. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഹാളിലേക്ക് കയറി വരുമ്പോൾ AICCയുടെ സമ്മേളനം നടക്കുകയാണെന്നുള്ള ബോധത്തിൽ ഒരു വിവരം കെട്ട കോൺഗ്രസ്സുകാരൻ സതീശൻ്റെ കഴുത്തിൽ ഷാൾ ഇടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സതീശൻ ആ ഷാളിനെ തട്ടിമാറ്റി. അത്രയെങ്കിലും അദ്ദേഹം കാണിച്ചു. ഇങ്ങനെ വിവരം കെട്ട കൂട്ടങ്ങളാണ് പ്രത്യേകിച്ച് എറണാകുളത്ത് ഇങ്ങനെ യൂട്യൂബർ തേങ്ങാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം. ഇപ്പോൾ എന്തോ പോലീസ് പറയുന്നു നിയമം കൊണ്ടുവന്നു. നിയമമൊന്നും കൊണ്ടൊന്ന് ഇത് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം നിയമം കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തന്നെ പിടിച്ച് മാറ്റുമ്പോൾ അറിയണം, ഈ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ അനിയൻ്റെ മകനാണ് ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് നിയമം എടുക്കും? നിയമമൊന്നുമല്ല ഇതൊക്കെ. യവന്മാർ ഒന്ന് മര്യാദ വരുത്തണം, ഒരു സഭ്യത, എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ടാകണം. എനിക്ക് സലിംകുമാറിൻ്റെ മകൻ ഷൗട്ട് ചെയ്ത് എല്ലാവരെയും പുറത്താക്കുന്നുണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ആ പയ്യനോട് ബഹുമാനം ഏറി എന്ന് പറയാം.
നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഹിറ്റുകളുടെ കഥയിൽ ഒരു സിനിമയെക്കുറിച്ച് 3 എപ്പിസോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡ് നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. എന്നെ വിളിച്ച് സംസാരിക്കുന്നവർ പറയുന്ന ചേട്ടാ ഇതിൻ്റെ ക്ലൈമാക്സ് കാണാനിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർ ആ 2 എപ്പിസോഡ് നന്നായിട്ട് ആസ്വദിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ അസിസ്റ്റൻ്റായിരുന്ന സാബു കരമണൽ വിളിച്ച് പറഞ്ഞു, ഒരുപാട് പേർ വിളിച്ച് ചേട്ടാ അണ്ണൻ്റെ പ്രോഗ്രാമിൽ എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് എന്നെ ശംഭുവണ്ണം പറ്റിച്ചതൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ചിരിയണ്ണാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് സന്തോഷം പകരുന്ന കാര്യമായിരുന്നു. അമ്പിളിച്ചേട്ടൻ്റെ മുതുകത്തിടിച്ചവനെ വിളിക്കാവുന്നതിനും അപ്പുറം തെറി അമ്പിളിച്ചേട്ടൻ വിളിച്ചതാണല്ലോ കഴിഞ്ഞ 2ാമത്തെ എപ്പിസോഡിൽ അവസാനം നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ക്യാമറയ്ക്ക് മുന്നിൽ ആയുർവേദ മരുന്നിനെ പറ്റി മണി പോലെ പറഞ്ഞ് ഷോട്ട് ഓക്കെ ആക്കി. സംവിധായകൻ കട്ട് പറഞ്ഞതും എവിടെയാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചീത്ത വിളിച്ചിട്ട് മറ്റവനെ ജനക്കൂട്ടത്തിലിടയിലൊക്കെ അമ്പിളിച്ചേട്ടൻ പരതി. അവൻ അതിനിടയ്ക്ക് വലിഞ്ഞളഞ്ഞു. അപകടം അവന് മനസ്സിലായി. നിന്നാൽ ഇടി കിട്ടുമെന്നുള്ളത്. അമ്പിളിച്ചേട്ടൻ ഇടിക്കും, അതാണ് പ്രശ്നം. അത്രയ്ക്ക് വേദനിച്ചു അദ്ദേഹത്തിന്. നമ്മളെപ്പോലെ അല്ലേ നടീനടന്മാരെ ജനിപ്പിച്ചതെന്ന് തോന്നും ആരാധകരുടെ ചില നേരത്തെ പ്രകടനങ്ങൾ കണ്ടാൽ. പിച്ചിയാലും നുള്ളിയാലും അടിച്ചാലും അവർക്ക് നല്ല നോവും എന്നല്ല, നോവില്ല എന്നാവും ഇവരുടെ വിചാരം. തിരക്കിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് അമ്പിളിച്ചേട്ടൻ കാവടിയാട്ടത്തിനായി 25 ദിവസം എഗ്രിമെൻ്റ് വെച്ച് തന്നത്. ഇതിനിടയിൽ എറണാകുളത്ത് തന്നെ കലാധരൻ സംവിധാനം ചെയ്യുന്ന എല്ലാവരും ചൊല്ലണ് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും വയനാട്ടിലും എന്നിടങ്ങളിലും അമ്പിളിച്ചേട്ടനെ കാത്തിരിക്കുന്നു ചില സെറ്റുകൾ. ഇതിനിടയ്ക്ക് തന്നെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത ഏതോ പടത്തിന് ചെന്നൈയിൽ ഡബ് ചെയ്യും വേണം. അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഗിരീഷ് വൈക്കത്തിനെ, നമ്മുടെ കാവടിയാട്ടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ അമ്പിളിച്ചേട്ടൻ വിളിച്ചിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തു. ഞാൻ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ചുരുങ്ങിയത് 5 കാറുകൾ കിടപ്പുണ്ടാവും. കാരണം അപ്പോൾ 5 പേര് വിളിച്ചു അദ്ദേഹത്തിന്, അതാണ് പ്രശ്നം. 5 എക്സിക്യൂട്ടീവുമാരും ഉണ്ടാവും. എന്നെ പിടിച്ചു വലിച്ച അവന്മാർ കാറ് കയറ്റാൻ നോക്കുമ്പോഴേക്കും നീ എൻ്റെ പെട്ടിയെടുത്ത് കാറ് വയ്ക്കണം, സൂട്ട് കേസ്. എൻ്റെ ഡ്രസ്സുകൾ, പേസ്റ്റ്, ബ്രഷ്, മരുന്നുകളെല്ലാം ആ പെട്ടിയിലാണ്. പെട്ടിയില്ലാതെ ഞാൻ എങ്ങനെ വരും നിങ്ങളുടെ കൂടെ എന്ന് അവന്മാരോട് ഞാൻ ചോദിക്കും. അപ്പോൾ നീ വണ്ടി വിട്ടോളണം, ഞാൻ ആ വണ്ടി കയറി അങ്ങ് വരും. ഇപ്പോഴും 7 ആർട്സ് മോഹനെ ഒക്കെ കാണുമ്പോൾ എയർപോർട്ടിൽ നിന്നും പെട്ടിയെടുത്തോണ്ട് ഓടിയ ഗിരീഷ് വൈക്കത്തിനെ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ സിനിമയിൽ പോലും കൃത്യമായി എഗ്രിമെൻ്റ് വച്ചിട്ട് അത്ഭുത ദ്വീപിൻ്റെ ക്ലൈമാക്സിൽ അഭിനയിക്കാൻ 4 ദിവസം അതിൻ്റെ സംവിധായകൻ കടം വാങ്ങിയിട്ട് 8 ദിവസമായിട്ടും തിരിച്ചു വിടാതെ എൻ്റെ പടത്തെ കുളമാക്കാൻ പരമാവധി ശ്രമിച്ചവനാണ് ആ വിഗർ റോസ് പൗഡറും ഉണ്ട കണ്ണുകൊള്ളവൻ ചെയ്തത്. എന്നോട് ചതിയാണ്. എങ്ങനെയെങ്കിലും അവൻ്റെ തീർത്താൽ മതി, നമ്മളത് എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് അമ്പിളിച്ചേട്ടനെ വെറുക്കാൻ തോന്നില്ല, അതാണ് പ്രശ്നം. ഈ 8 ദിവസം എന്നെ കുളമാക്കി ചച്ചളമാക്കി. അമ്പിളിച്ചേട്ടാ ഞാനിപ്പോൾ സിയാദ് കോക്കറിന് പരാതി കൊടുക്കും, നിങ്ങൾ 6 മാസം വീട്ടിലിരിക്കും, എനിക്ക് എത്ര രൂപ നഷ്ടം വരുന്നോ അത്രയും നിങ്ങളിൽ നിന്ന് വാങ്ങിത്തരുന്നത് വരെ നിങ്ങൾ അഭിനയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഫോൺ വെച്ചു. പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്ത് കർണാടകയിൽ നിന്ന് പുള്ളി എത്തിയല്ലോ, രാത്രി കാർ പിടിച്ച്. പക്ഷേ നമ്മളുടെ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് അമ്പിളിച്ചേട്ടനെ വെറുക്കാൻ തോന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടുള്ള ആത്മാർത്ഥത. ഇത്രയും ഡെഡിക്കേറ്റഡായ മറ്റൊരാളിനെ ഞാൻ കണ്ടിട്ടില്ല. കാവടിയാട്ടത്തിൽ തന്നെ 2 സംഭവങ്ങളെപ്പറ്റി നമുക്കിവിടെ ഓർമ്മിക്കാം. ജയറാം അഭിനയിക്കുന്ന ഉണ്ണിക്ക് പട്ടാളത്തിൽ ജോലി കിട്ടി. ചുരുക്കം കാലം കൊണ്ട് തന്നെ ഉണ്ണിക്ക് ആ ജോലി മടുത്തു. ആ സമയത്ത് ട്രെയിനിങ് പീരീഡാണല്ലോ, അപ്പോൾ കർശനമായി പട്ടാളത്തിലാകുമ്പോൾ ജോലി ചെയ്യിക്കുമല്ലോ, ലീവ് പോലും കൊടുക്കുകയില്ല. അങ്ങനെ അയാൾക്ക് മടുത്തു. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കത്തെഴുതി കൂട്ടുകാരൻ വേലപ്പനോട് തിരക്കി. നീ അഭിനയിക്ക് അവിടെ കിടന്ന് എന്ന് ഉത്തരം കൊടുത്തു. പട്ടാളത്തിൽ ഭ്രാന്തനായ തിരിച്ചു വിടൂല്ലേ, നീ അഭിനയിക്ക് എന്ന് മറുപടി എഴുതി. അങ്ങനെ ജയറാമിനെ അല്ലെങ്കിൽ ഉണ്ണിയെ കൊണ്ടുവന്ന് വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിയല്ലോ. വീട്ടിൽ നിന്നും മാറിയതിൻ്റെ മാനസിക പ്രശ്നത്തിലാണ് വട്ടായതെന്ന് പട്ടാളം ആശുപത്രിക്കാർ കുറിച്ചു. ഉണ്ണിയെ അവർ തന്നെ വീട്ടിലെത്തിച്ചു. വീട്ടുകാരെയും നാട്ടുകാരെയും പട്ടാളത്തിനെയും പറ്റിച്ച ഉണ്ണിയെ നാട്ടുകാർ ശരിക്കും വട്ടനായിട്ട് കണ്ടു. നാട്ടുകാരനെ ഉപദ്രവിച്ച ഉണ്ണിയെ കമ്പും കല്ലുമൊക്കെയായി നാട്ടുകാർ പിന്നാലെ തുരത്തി.
മുന്നിൽ ഉണ്ണിയും പിന്നാലെ അക്രമാസക്തരായ നാട്ടുകാരും ദൂരേന്ന് വരുന്നത് വേലപ്പൻ കണ്ട് ആസ്വദിച്ച് ഒരു മരത്തിൽ പിടിച്ചുകൊണ്ട് നിന്ന് കാണുകയായിരുന്നു. ഓടി വന്ന ഉണ്ണി ഞാൻ ഓടി വരുന്നത് നോക്കി നിന്ന് ചിരിക്കുന്ന വേലപ്പനെ കണ്ടു. ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് കയ്യിലിരുന്ന ഒരു ഉരുളൻ കല്ല് വേലപ്പൻ്റെ നെഞ്ചിൽ തന്നെ സർവ്വശക്തിയുമെടുത്ത് എറിഞ്ഞിട്ട് അടുത്ത് കണ്ട പുഴയിലേക്ക് ചാടി ഉണ്ണി രക്ഷപ്പെടും. എറികൊണ്ട വേലപ്പൻ ബ്ലാങ്കായി മരത്തിൽ നിന്ന് പിടിവിടാതെ ഒരു 2-3 നിമിഷം നിൽക്കും. എന്നിട്ട് വെട്ടിയിട്ടതുപോലെ നിലത്ത് വീഴണം. ഇങ്ങനെ മരത്തിൽ പിടിച്ചോണ്ടെങ്കിൽ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് വീഴണം. റിഹേഴ്സലില്ല, റീടേക്ക് ഇല്ല. വൈഡായി ഫ്രെയിം വെച്ചോ, ബാക്കി അണ്ണനേറ്റു എന്ന് അമ്പിളിച്ചേട്ടൻ പറഞ്ഞു. റിഹേഴ്സലൊന്നും വേണ്ട, എന്താ പറയുക, റീടേക്കും ഇല്ല. ഇത് ഓക്കെ ആയില്ലെങ്കിൽ റീടേക്കും ഇല്ല, ബാക്കി അണ്ണ ഏറ്റു. ക്യാമറ ഫ്രെയിം ഫിക്സ് ചെയ്തു, സ്റ്റാർട്ട് പറഞ്ഞു. ക്യാമറ ഓടി. ജയറാം തുള്ളിക്കളിച്ച് വരും പോലെ ഓടി വന്നു. പിന്നാലെ നാട്ടുകാരും. ഞാൻ അന്നേ പറഞ്ഞതല്ലേടാ ഭ്രാന്ത, നീ കേട്ടില്ല, അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ജയറാം ഓടി വരുന്ന ഫ്രെയിമിൽ ജഗതി ഉല്ലാസവാനായി നിന്നു. ജയറാം വന്നു. ജഗതിയെ നോക്കി ഒറ്റ കീച്ചി കല്ലുകൊണ്ട് ജഗതിയുടെ നെഞ്ചിൽ തന്നെ കൊണ്ടു. ജയറാം മുന്നോട്ടേക്ക് ഓടി. പിന്നാലെ നാട്ടുകാരും ഓടി. ഫ്രെയിം ഔട്ടായി. ജഗതി ഒരു ചീലാന്തി മരത്തിൽ പിടിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു ഒരു 2-3 സെക്കൻഡ്. ബോധം പോയതുപോലെ കൈ കുത്താതെ നെഞ്ചടിച്ച് ജഗതി നിലത്തേക്ക് വീണ് ചലനമറ്റ് കിടന്നു. ഫ്രെയിം ഔട്ട് പോയ ജയറാം അടക്കം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അനിയൻ കട്ട് പറഞ്ഞതും ഒന്നും സംഭവിക്കാത്തതുപോലെ ജഗതി ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിലത്തുനിന്ന് എണീറ്റു. ഒരു സത്യം ഞാനിവിടെ പറയാം. എനിക്കൊരുപാട് സാമ്പത്തിക ക്രൈസിസ് ഉള്ള ആളാണ്. ആ ഒരൊറ്റ വീഴ്ച വീഴാൻ 1 ലക്ഷം രൂപ തരാം, ഇങ്ങനെ ഒന്ന് വീണാമോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ വീഴില്ല. ഇത് തന്നെ ജയറാമും പറഞ്ഞു. 1 ലക്ഷം രൂപ ഈ ഷോട്ടിന് തരാം, ജയറാം ഇതുപോലെ ഒന്ന് വീഴാമോ എന്ന് ചോദിച്ചാൽ വീഴില്ല. ജയറാം തീർത്തു പറഞ്ഞു, ഞാനാണെങ്കിൽ വീഴില്ല. ടീഷർട്ട് ഉയർത്തി നോക്കുമ്പോൾ നെഞ്ചിൽ ഒരു വലിയ ദോശയുടെ വലിപ്പം ചുമന്ന് ചെറുതായിട്ട് ചോര പൊടിയുന്നു. അപ്പോഴും അമ്പിളിച്ചേട്ടൻ ചിരിച്ചു. അതാണ് സിനിമയോട് ജഗദീഷ് ശ്രീകുമാറിനുള്ള കമ്മിറ്റ്മെൻറ്റ്. ഇനി പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതാണെങ്കിൽ പൊറുക്കുക. ജഗദീഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞാലും മതി വരാത്ത ആളാണ് ഞാൻ. ഈ ചിത്രത്തിൽ ഒരു കള്ളുകുടി പാട്ടുണ്ട്. നാട്ടിൽ നിന്ന് മുങ്ങിയ ഉണ്ണിയും വേലപ്പനും നഗരത്തിൽ വന്ന് ഗ്യാസ് ഏജൻസി നടത്തുന്ന കോയയുടെ അടുത്തെത്തും. കോയ വേലപ്പൻ്റെ ഒരു സുഹൃത്താണ്. ഇരുവരും കോയാസ് ഗ്യാസിലെ ഉദ്യോഗസ്ഥരായി. അവിടെ മറ്റൊരു തൊഴിലാളിയുണ്ട്, മാത്തുക്കുട്ടി. കോയ മാമുക്കോയും മാത്തുക്കുട്ടി സേനുദ്ദീനുമാണ് ചെയ്തത്. ഇവർ ഒരു നാൾ ഈ 4 പേരും കൂടി കള്ളടിച്ച് ഫിറ്റായി വണ്ടുരുത്തി പാലത്തിലൂടെ വരുമ്പോൾ പൂർണ്ണചന്ദ്രനെ കാണും. ചന്ദ്രനെ നോക്കി ഇവർ പാടുന്നതാണ് പാട്ട്. ഹേയ് തെങ്ങിന്മേൽ കയറുന്നത് ആരാണ്, അതാരാണ് ആരാണ് ആരാണ് എന്ന് പറഞ്ഞ കുറുപ്പ് സാർ എഴുതിയൊരു നല്ല കള്ളു പാട്ടാണ്. അങ്ങേലെ ചങ്കരൻ കുഞ്ഞല്ലയോ, ചങ്കരൻ കുഞ്ഞെന്നാണ് ചന്ദ്രൻ കുഞ്ഞിനെ വിളിക്കുന്നത്. ചങ്കരനോ എന്ന് പറഞ്ഞിട്ട്, അതോ ചന്ദിരനോ എന്നുള്ള പാട്ടാണ്. ONV സാർ എഴുതി മോഹൻ സിത്താര സംഗീതം നൽകിയ നിലവാരമുള്ള ഒരു വെള്ളവടി പാട്ടാണിത്. G വേണുഗോപാലും കല്ലറ ഗോപനും CO ആൻ്റെയുമാണ് പാടിയിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ അവസാനം ചന്ദ്രൻ ഒരു കുളത്തിൽ കിടക്കുന്നത് കാണും വേലപ്പൻ. കൂട്ടുകാരോട് ചന്ദ്രൻ കുഞ്ഞിതാ കിടക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രനെ പിടിക്കാൻ വേലപ്പൻ ചാടണം. ഈ ഷോട്ടോടെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ കാവടിയാട്ടത്തിലെ വർക്ക് കഴിയുകയാണ്. അടുത്ത സെറ്റിലേക്ക് കൊണ്ടുപോകാനായി കാറും എക്സിക്യൂട്ടീവും ഒക്കെ വന്ന് കാത്തു കിടക്കുകയാണ്. ആകാശത്തിലെ
ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ കുളത്തിൽ കാണണം. അതിനായി വലിയ ചന്ദ്രനെ ഉണ്ടാക്കി കലാസംവിധായകൻ ഉയരത്തിൽ കെട്ടി നിർത്തി ലൈറ്റപ്പ് ചെയ്തിരിക്കുകയാണ്, കുളത്തിലേക്ക് റിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിൽ. കാക്കനാട്ടെ നവോദയ സ്റ്റുഡിയോയിലെ ഒരു പൊട്ട കുളത്തിലാണ് ഇത് ചിത്രീകരിക്കേണ്ടത്. നിറയെ വെള്ളമൊക്കെ ഉണ്ട്. വർഷങ്ങളായി ഉപയോഗശൂന്യമായ കുളമാണ്. സമീപത്ത് താമസിക്കുന്ന ആൾക്കാർ തെങ്ങിൻ്റെ ഓല അഴുകാനിടുന്ന കുളമാണ്. എത്ര താഴ്ചയുണ്ട് കുളത്തിനെന്ന് അറിയില്ല. അതിനകത്ത് കരിങ്കല്ലുകളോ കുപ്പിച്ചില്ലുകളോ ഉണ്ടോയെന്നറിയില്ല. ചാടിയാൽ ചെളിയിൽ കാല് താണുപോകുമെന്നും അറിയില്ല. രാത്രിയാണ് ഷൂട്ടിംഗ്. ആർട്ട് സെക്ഷനിലെ ഒരാളിറങ്ങി കുളത്തിൽ പരിശോധിച്ചാൽ തെളിഞ്ഞു കിടക്കുന്ന വെള്ളം കലങ്ങും. അപ്പോൾ ചന്ദ്രനെ കാണാൻ പറ്റില്ല. വെള്ളം തെളിയാൻ ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇപ്പോൾ തന്നെ വെളുപ്പാങ്കാലം 3 മണിയായി. നേരം വെളുത്താൽ ചിത്രീകരണം വീണ്ടും പിറ്റേന്ന് രാത്രിയിലേക്ക് മാറ്റണം. എന്നാൽ ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ജഗതിക്ക് പോവുകയും വേണം. വിവരം അറിഞ്ഞ അമ്പിളിച്ചേട്ടൻ പറഞ്ഞത്, ഒന്നും സംഭവിക്കില്ല, ഞാൻ ചാടാൻ റെഡി. നാഗരയിൽ പാട്ടിൻ്റെ അവസാന വായ്ത്താരി ഉയർന്നു. ക്യാമറ ഓടി, സംവിധായകൻ ആക്ഷൻ പറഞ്ഞു. വേലപ്പൻ ചന്ദ്രനെ വെള്ളത്തിൽ കണ്ട സന്തോഷം കാട്ടി ചിരിച്ചു. ഒറ്റ ചാട്ടം ആ നാറിയ വെള്ളത്തിലേക്ക്. എന്നിട്ട് പാട്ട് അവിടെ ഫ്രീസ് ചെയ്യണമല്ലോ, അതിനായി ഒരു 5-6 സെക്കൻഡ് അദ്ദേഹം വെള്ളത്തിൽ താഴ്ന്നു കിടന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ചുകൊണ്ട് കരയ്ക്ക് കയറി. 5-6 ബക്കറ്റിൽ ശുദ്ധജലം കൊണ്ടുവച്ചിരുന്നു. അതിൽ അദ്ദേഹം കുളിച്ചു, വസ്ത്രം മാറി, എല്ലാവർക്കും കൈ തന്നു. എന്നിട്ട് അല്പം മാറി ഒരു കസേരയിലിരുന്നു. ആഹാരം വിളമ്പുന്നവർ തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട് പഴങ്കഞ്ഞിയാക്കിയതും രാത്രിയിലെ കറികളും വിളമ്പിക്കൊടുത്തു. അത് മുഴുവൻ കഴിച്ചിട്ട് തൻ്റെ കഷത്തിലിരിക്കുന്ന ബാഗും എടുത്ത് അമ്പിളിച്ചേട്ടൻ കാറിൽ കയറിപ്പോയി. അനിയ തൻ്റെ ആദ്യ പടം നന്നായി ഓടും ഉറപ്പ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം യാത്രയായത്. നെഞ്ചടിച്ച് വീണതിനേക്കാൾ അപകടം പിടിച്ച പണിയായിരുന്നു ഈ കുളത്തിൽ ചാടുന്നത്. നടനായി ഇന്ദ്രൻസ് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ കാവടിയാട്ടത്തിൻ്റെ സമയത്ത്. 1993 കാവടിയാട്ടം. 94 രാജസേനൻ്റെ CID ഉണ്ണികൃഷ്ണൻ ഒരു വലിയ വേഷം ഇന്ദ്രന് കൊടുക്കുകയും അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ സിനിമാ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത്. കാവടിയാട്ടത്തിൻ്റെ വസ്ത്രാലങ്കാരം ഇന്ദ്രൻസാണ്. മോശമല്ലാത്തൊരു റോളിൽ ചായക്കടക്കാരൻ നീർക്കോലിയായി അഭിനയിക്കുന്നുമുണ്ട്. അക്കാലത്ത് നിന്ന് തിരിയാനാവാത്ത തിരക്ക് വസ്ത്രാലങ്കാരത്തിൽ കോസ്റ്റ്യൂം ഡിസൈനറായി ഇന്ദ്രനുണ്ട്. തിരുവനന്തപുരത്ത് മാണി സി കാപ്പൻ, നമ്മുടെ ഇപ്പോഴത്തെ MLA മാണി സി കാപ്പൻ നിർമ്മിക്കുന്ന ജനം, ആലപ്പുഴയിൽ സുരേഷ് ഉണ്ണിത്താൻ്റെ ഏതോ ഒരു സിനിമ, സുൽത്താൻ ബത്തേരിയിൽ അലി അക്ബർ സംവിധാനം ചെയ്യുന്ന പൊന്നിച്ചാമി, കോഴിക്കോട്ടും ഏതോ പടം നടക്കുന്നുണ്ട്, അതിലും ഇന്ദ്രൻസാണ്. 1993 സംഭവമാണ് ഞാൻ പറയുന്നത്. അന്ന് മാക്ട ഫെഡറേഷനോ FEFCAയോ ഒന്നും ജനിച്ചിട്ടില്ല. എല്ലാം മദ്രാസിലെ പെപ്സി എന്ന സംഘടന നിയന്ത്രിക്കുന്ന കാലമാണ്. ചട്ടമ്പി തരങ്ങളിലൂടെ അധികാരത്തിലിരിക്കുന്നവർ എന്തു ധാർഷ്ട്യവും കാണിക്കുന്ന കാലമായിരുന്നു അത്. ഒരാളും എതിർത്ത് പറയില്ല. പറഞ്ഞാൽ ഏത് കൊടി കെട്ടിയവനായാലും തല്ലുവാങ്ങും. ഞാൻ ആ കാഴ്ചകൾ നേരി കണ്ടിട്ടുണ്ട്. KR ഷൺമുഖണ്ണന് പ്രിയപ്പെട്ട ഒരു തുളസി ഉണ്ടായിരുന്നു. പ്രൊഡക്ഷനിൽ ആഹാരം വിളമ്പാനായി വിശ്വസ്തനാണ് തുളസി എന്ന് പറയാം എല്ലാ അർത്ഥത്തിലും. പുറപ്പാടിൻ്റെ സെറ്റിൽ തുളസി ഉണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോഴും മദ്രാസിൽ തുളസി ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ AVM സ്റ്റുഡിയോയിൽ വർക്ക് നടക്കുമ്പോൾ, എഡിറ്റിംഗ് ആണോ ഡബിങ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, തുളസി ഇഡ്ഡലിയും പൊങ്കലും സാമ്പാറുമൊക്കെ വിളമ്പുകയാണ് ഞങ്ങൾക്ക്. ജേസു സാറടക്കം ഞങ്ങൾ നിരന്നിരിക്കുക. ജേസു സാറിനും തുളസിയെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 പേർ ബൈക്കിൽ ചാടി വന്ന ഞങ്ങളുടെ മുന്നിലിറങ്ങി ക്യാൻറ്റീനിലേക്ക് കയറി തുളസിയെ
രൂക്ഷമായി നോക്കി. തുളസി വാലും ചുരുട്ടി നിൽക്കുകയാണ്. വന്നവരിൽ ഒരുവൻ ഓടി വന്ന് തുളസിയുടെ കവിളത്ത് ഒരു 4-5 അടി അടിച്ചു. പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ മുന്നിൽ വച്ചാണ്. തുളസി അടിയും കൊണ്ട് നിന്നു. കുറേ തമിഴ് തെറികൾ തുളസിയുടെ അമ്മയ്ക്ക് ചേർത്ത് വിളിച്ചിട്ട് ആ റൗഡികൾ പോയി. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ പെപ്സിയുടെ ഐഡൻറ്റിറ്റി കാർഡ് തുളസി കഴുത്തിലിടാതെ ജോലി ചെയ്തു. അതാണ് കുറ്റം. കുറേ എണ്ണം യൂണിയൻ എന്ന പേരിൽ എന്തും ചെയ്തിരുന്ന കാലം. പെപ്സിയുടെ തലവനായി. ഒരിക്കൽ ഫൈറ്റ് മാസ്റ്റർ വിജയൻ ജയിച്ചു. ഫൈറ്റർമാർ തങ്ങളെ നിയന്ത്രിക്കാറായോ എന്ന് പ്രതിഷേധിച്ച് ഭാരതിരാജയും ബാലു മഹേന്ദ്രയും ഒക്കെ കൂടി ഒരു പുതിയ സംഘടന ഉണ്ടാക്കി സംവിധായകരുടെ. ഇവരിൽ ആരെയോ ഉടുപ്പിൽ കുത്തിപ്പിടിക്കുകയോ അടിക്കുകയോ മറ്റോ ചെയ്തു ഈ പെപ്സിക്കാർ. അത്ര പിന്തുണയാണ് ഇവർക്ക് കോടമ്പക്കത്ത്. ഇവിടത്തെ പോലെ അവിടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കാതെ പറ്റിച്ചു നോക്കണം. ഷൂട്ടിംഗ് പൂട്ടിക്കും. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഒരേ സമയം 7 സിനിമകൾ കേരളത്തിൽ മാത്രമായിട്ട് പല ജില്ലകളിലായി ഇന്ദ്രൻസ് ചെയ്യുകയാണ് കാവടിയാട്ടത്തിൻ്റെ സമയത്ത്. ഇന്ദ്രന് പെപ്സിയുടെ കാർഡുണ്ട്. മറ്റാർക്കും ഇന്ദ്രൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കും കാർഡില്ല. ഒരു സെറ്റിൽ കുറഞ്ഞത് 5 പേരെങ്കിലും കാണും കോസ്റ്റ്യൂം സെക്ഷനിൽ. അപ്പോൾ 7 സെറ്റുകളിൽ ചുരുങ്ങിയത് 30-35 പേര് ഉറപ്പായും ഇന്ദ്രൻസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു കോസ്റ്റ്യൂമർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് മദ്രാസിൽ. രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ 4-5 ചട്ടമ്പിമാർ ചെന്നൈയിൽ നിന്നും കാർഡില്ലാത്തവരെ പിടിക്കാനായി, അല്ലെങ്കിൽ ഇന്ദ്രൻസിനെ പിടിക്കാനായി കേരളത്തിലേക്ക് വന്നു. ആദ്യം തലസ്ഥാനത്തെ ജനത്തിൻ്റെ സെറ്റിൽ ചെന്നു. യാരുടെ ഇങ്ക കോസ്റ്റ്യൂമർ എന്ന് ചോദിച്ചു. നമ്മ സുരേന്ദ്രണ്ണൻ. അവരെങ്കേ ഇങ്ക ഇല്ലേ കൂപ്പിടറാ എന്ന് പറഞ്ഞു. വരച്ചൊല്ല്. ആരെ? ഇന്ദ്രനെ വരച്ചൊല്ലെന്ന്. അവർ വന്ന് ഇങ്ക ഇല്ല കൊച്ചിയിൽ. അപ്പടിയാ പാക്കലാം എന്ന് പറഞ്ഞ് ഈ ചട്ടമ്പിമാർ അവിടെ നിന്ന് ഇറങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടാക്സി കാർ എടുത്തു. നേരെ കൊച്ചിക്ക് വിട്ടു. കാവടിയാട്ടത്തിൻ്റെ സെറ്റിലെത്തി. സുരേന്ദ്രൻ എങ്കേ? സുരേന്ദ്രനാ അവർ ആലപ്പുഴ പോയിരിക്കണ. അപ്പടിയാ കാറ് നേരെ ആലപ്പുഴയ്ക്ക്. എങ്കടാ സുരേന്ദ്രൻ? അണ്ണൻ വയനാട്ടിലിരിക്ക്. വയനാട്ടില്ല? അടാ പാവി, വണ്ടി വിട്. നേരെ അലി അക്ബറിൻ്റെ ലൊക്കേഷനിൽ വയനാട്ടിൽ. സുരേന്ദ്രൻ എങ്കേ? അവർ வந்து കാലിക്കട്ടിലെ ഒരു പുതുപ്പടം, அதுக்கு கோஸ்டியூம் பண்ணதுக்கு சென்னைக்கு போயிருக்கு. എന്ത് പറയേ, നേരെ രാത്രി കോഴിക്കോട്ട് നിന്നും ട്രെയിനിൽ പോയാച്ചെന്നും കൂടെ അടിച്ചു കൊടുത്തു. ആരിന്ദ്രേ? സുരേന്ദ്രേ കോസ്റ്റ്യൂം എടുക്കാൻ മദ്രാസിൽ പോയിരുന്നു ട്രെയിനിൽ. അപ്പടിയാ എല്ലാ ജില്ലകളിലും ഇന്ദ്രൻസ് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരു സ്ഥലത്തും ഇന്ദ്രൻസ് ഇല്ല. കൽപ്പറ്റയിൽ നിന്ന് കാർ വീണ്ടും കൊച്ചിയിലെത്തി കവിത ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്ത് യവന്മാർ 4 അണ്ണാച്ചിമാരും കൂടെ പൊറുതി തുടങ്ങി. അവൻ ഇങ്ക വരട്ട്, കൊച്ചിയിൽ വരട്ടും എന്ന് പറഞ്ഞ് കിടക്കുകയാണ് അവിടെ. രസം എന്താണെന്ന് വെച്ചാൽ മദ്രാസിൽ നിന്ന് തിരിച്ച ദിവസം മുതൽ ഈ 5 എണ്ണത്തിൻ്റെയും ശമ്പളം, ട്രെയിനിൽ AC ടിക്കറ്റിൻ്റെ കാശ്, ഹോട്ടൽ വാടക, ഭക്ഷണം, ഡെയിലി ബാറ്റ, ഓരോരുത്തർക്കുമുള്ള ഫൈൻ, ഇത്രയും ഇന്ദ്രൻസ് കെട്ടേണ്ടി വരും. കയ്യിൽ കിട്ടിയാൽ തല്ലും, അതും ഉറപ്പാണ്. ദിവസവും ഇവന്മാർ ഷൂട്ട് സെറ്റിൽ വരും, കുറേ സമയം നിൽക്കും, ഒന്നും പറയാതെ കാറിൽ കയറി പോകും. കാരണം അവിടെ ഇന്ദ്രൻസ് ഇല്ലല്ലോ. ഇന്ദ്രൻസ് ഇല്ല എന്ന് ഉറപ്പാകുമ്പോഴാണ് കാറെടുത്ത് പോകുന്നത്. ദിവസവും 4-5 കഴിഞ്ഞു. അതിനിടയിൽ യവന്മാർ വീണ്ടും തിരുവനന്തപുരം, ആലപ്പുഴ, വയനാട് കറങ്ങും, തിരിച്ചു വരും. ഇന്ദ്രൻസ് ആകെ വിഷമത്തിലായി. കാവടിയാട്ടത്തിൻ്റെ ചിത്രീകരണം നല്ല സ്മൂത്തായി നടക്കുകയാണ്. മോഹൻരാജിൻ്റെയും ശംഭുവിൻ്റെയും ഒക്കെ പിണക്കത്തിൻ്റെ ഡോസേജ് കുറഞ്ഞു, എരിവ് കുറഞ്ഞു. അനിയൻ മോഹൻരാജുമായി സംസാരിക്കില്ല, എങ്കിലും ഞാനുമായി മോഹൻരാജ് സമരസപ്പെട്ടു. ഞാനൊരു ഇടനിലക്കാരനായി നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അനിയനെയും മോഹൻരാജിനെയും ശ്രദ്ധിച്ചു. ഇന്ദ്രൻ്റെ പ്രശ്നം രൂക്ഷമാവുകയാണ്. ഞാൻ സെറ്റിൽ നിന്നും വന്നവന്മാരെ ഒരു നാൾ ഇറക്കി വിട്ടു. ആടി കൊണ്ട് പോളീസ് വരാനുള്ളതാണ്.
ഇന്ദ്രനെ തിരക്കി പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൽ യൗമാർ വന്നാൽ ഇറക്കി വിടാനും ഞാൻ നിർദ്ദേശിച്ചു. പക്ഷെ അത് പോരല്ലോ. രാമകൃഷ്ണൻ എന്ന കടൽ കിഴവനായ കോസ്റ്റ്യൂമർക്കാണ് തിമിരൽപ്പം കൂടുതൽ. അയാളെ പ്രായം നോക്കാതെ ഞാൻ ചീത്തയും വിളിച്ചു. പ്രശ്നം ഇന്ദ്രൻസിന് സങ്കീർണമാവുകയാണ്. ഞാൻ ചീത്ത വിളിച്ചാൽ എൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഇന്ദ്രനാണ്. ഞാനും മോഹൻരാജും കൂടി ഒരു പ്രോഗ്രാം ഇട്ടു. ഇന്ദ്രനെ എൻ്റെ റൂമിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് കവിതയിലേക്ക് ഞാൻ വിളിച്ച് യൗമാരുടെ റൂമിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. കണക്ട് ചെയ്തു. രാമകൃഷ്ണൻ ഇരിക്കാ, നീങ്ക യാര്? ഞാൻ യാരെന്ന് ചൊല്ലണമാ, ഫോൺ കൊടുറാ എന്ന് പറഞ്ഞു. താൻ രാമകൃഷ്ണൻ താൻ എന്ന് ചോദിച്ചു. രാമകൃഷ്ണൻ താനേ പേசுறது? ആമാ എന്ന് പറഞ്ഞു. കേരളാവിൽ വേല പണ്ണണം. നീ ഇന്ദ്രൻസിന് കേരളാവിൽ വേല പണ്ണതുക്കുള്ള ഇടം കൊടുക്കില്ല എന്നൊക്കെ എനിക്കറിയാവുന്ന പൊട്ട തമിഴിൽ ചോദിച്ചു. നീ എന്നാ ചെയ്വേ വേല കൊടുത്താ? ഉതച്ചിടുമാ റാസ്കൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ എനിക്കറിയാവുന്ന തമിഴിൽ കൊടും തമിഴ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഞാൻ വന്ന് കേരളാവിലെ ഫിലിം ചേംബർ പ്രസിഡന്റ് സിയാദ് കോക്കറിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണ് മോഹൻരാജിന് കൈമാറി. മോഹൻരാജ് അക്കാര്യത്തിലൊക്കെ വേദനനാണ്. രാമകൃഷ്ണ, നിങ്ങൾ 5 പേർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കുക. ഞാൻ ആ കംപ്ലൈൻറ്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നാളെ രാവിലെ കാലയിൽ ഹാൻഡ് ഓവർ ചെയ്യും. எதுக்கு இந்த மாதிரி கலாட்டா? ஏதாவது கம்ப்ளைண்ட்ஸ் இருந்தால் நம்ம சேம்பரில் வரணும். பகரம் ஷூட்டு செட்டுகளில் கலாட்டா பண்ணதுக்கு எங்கே இருந்து உனக்கு பெர்மிஷன் கிடச்சது? സിയാദ് കോക്കർ ചോദിക്കുകയാണ്. ഇന്ന് നൈറ്റുക്ക് റൂം വെക്കറ്റ് പണി പോയിടണം. ഇന്ദ്രൻ ചെന്നൈ ഓഫീസിൽ വരും. ഓക്കെ? മോഹൻരാജ് ഫോൺ കട്ടാക്കി. ഇവിടുത്തെ ഫിലിം ചേംബറിൻ്റെ പ്രസിഡൻ്റല്ലേ വിളിക്കുന്നത്. ഇന്ന് രാത്രി റൂം വെക്കറ്റ് ചെയ്ത് പോയിക്കൊള്ളണം. വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇന്ദ്രൻസ് നിങ്ങളെ മദ്രാസിലെ ഓഫീസിൽ വന്ന് കാണും എന്നാണ് സിയാദ് കോക്കർ പറയുന്നത്. തമിഴന്മാർ ഗിരീഷ് വക്കത്തിനെ വിളിച്ചു. സാർ, റൂം വെക്കറ്റ് பண்ணுறதுக்கு, டாக்ஸி ரெண்ட் கொடுக்கறதுக்கு, திரும்பி போகிறதுக்கு, ட்ரெயின் டிக்கெட்டு ஒன்றுமே டிக்கெட் பண்ணதுக்கு காசு ஒன்றுமே கையில் இல்லை. காசு ஒன்றுமே இல்லை സാർ. എங்கே ഇരുന്ന് 10 രൂപ ഇங்கே ഇരുന്ന് കിട്ടില്ല എന്ന് ഗിരീഷ് തീർത്തു പറഞ്ഞു. 10 രൂപ ഇവിടുന്ന് തരില്ല. എന്തായാലും നേരം വെളുത്തപ്പോൾ 5 എണ്ണവും റൂം വെക്കറ്റ് ചെയ്ത് പോയി. പക്ഷേ ഇന്ദ്രൻ്റെ മുഖം തെളിയുന്നില്ല. എവിടെയെങ്കിലും വെച്ച് അവന്മാരുടെ കൈ കിട്ടിയാൽ അടി ഉറപ്പ്, ലക്ഷങ്ങളും ചോദിക്കും. എന്നാലും ഇന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം ഇന്ദ്രൻസ് മദ്രാസിലെ ഓഫീസിൽ സറണ്ടറായി. 48,000 രൂപയോ മറ്റോ പെനാൽറ്റി കെട്ടി ഊരിപ്പോന്നു. 30 ലക്ഷമോ 3.5 ലക്ഷമോ 30 ലക്ഷമോ എന്തൊക്കെയാണോ ഒരു ഫൈൻ അടിച്ചത്. അവസാനം ഇന്ദ്രയല്ലേ ആള് ചെന്ന് കരഞ്ഞു പിടിച്ച് 48,000 രൂപ കെട്ടി ഊരി. ഈ സംഭവമൊക്കെ ചിലപ്പോൾ ഇന്ദ്രൻ മറന്നിരിക്കാം. പടം ഭംഗിയായി ചിത്രീകരിച്ച് തീർത്തു. നാളെ ഉച്ചയ്ക്ക് അവസാന ഷോട്ട് എടുക്കും. കുമ്പളങ്ങ ഉടച്ചാൽ സിനിമ തീർന്നു. പിന്നെ ഒരു പാട്ടിൻ്റെ കുറച്ച് പോർഷനേ എടുക്കാറുള്ളൂ. അത് നമ്മൾ കുട്ടനാട്ടിലൊന്നും പോകണ്ട, നമുക്ക് വെള്ളായണി കായലിൽ ചെയ്യാൻ മനോഹരമായ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറയുകയും അത്രയും ഭാഗം മാത്രം നമുക്ക് അവിടെ എടുക്കാം. വെള്ളായണിയിലെടുക്കാം, കായലിൻ്റെ മുന്നിലെടുക്കാം. ഈ സിദ്ദിഖും സുയിത്രിയായിട്ടുള്ള മനോഹരമായി എടുത്തിട്ടുണ്ട്, കിരീടം പാലത്തിൻ്റെ അവിടെയൊക്കെ. അങ്ങനെ വിചാരിച്ച് നാളെ ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗിരീഷ് വൈക്കം ഓരോ മുറിയിലും കയറി അവരവർക്ക് ഇഷ്ടമുള്ള മദ്യത്തിൻ്റെ ബ്രാൻഡുകൾ എഴുതിയെടുത്തു. നേരം സന്ധ്യയോടടുക്കുകയാണ്. ഉറപ്പായും പല കാഴ്ചകളും അവിടെ അരങ്ങേറും എന്നത് 100% ഉറപ്പാണ്. കാരണം മനസ്സിലൊക്കെ പകകൾ കിടക്കുകയല്ലേ. ഈ പറയുന്ന ബ്രാൻഡ് മദ്യമൊക്കെ കഴിച്ചാൽ ബഹുരസമായിരിക്കും. ഉറപ്പായിട്ടും പുറത്തു വരും. അത് മദ്യം ലഹരി അങ്ങോട്ട് ചെല്ലുമ്പോൾ പതഞ്ഞ് പ്രശ്നം രൂക്ഷമാകാം. ഞാൻ സൂത്രത്തിൽ
മെരിലാൻഡ് യൂണിറ്റുകാരോട് എപ്പം മടങ്ങുമെന്ന് തിരക്കി. തിരുവനന്തപുരം വരെ വണ്ടി ഓടിക്കാനുള്ളതിനാൽ യൂണിറ്റുകാർ ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ നേരത്തെ പോവുകയാണ്. മെരിലാൻഡ് യൂണിറ്റാണ്, നേമത്ത് എൻ്റെ വീടിനടുത്താണല്ലോ. അപ്പോൾ എനിക്ക് ആ വണ്ടിയിൽ വെള്ളായണി ജംഗ്ഷനിൽ ഇറങ്ങാം, അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ വീട്ടിലേക്ക്. പോകുമ്പോൾ എന്നെ കൂടി കൂട്ടണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ വിവരം എങ്ങനെയോ ലീക്കായി ഇന്ദ്രൻ അറിഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, മലയാളി ഞാനും കൂടി വരട്ടോ എന്ന് തിരക്കി. അങ്ങനെ ഞാനും ഇന്ദ്രൻസും മെരിലാൻഡിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൽ കയറി എറണാകുളത്ത് നിന്ന് മുങ്ങി. ഇവരെ ഡിന്നറിന് നിന്നില്ല, ഇവരെ വെള്ളം അടിക്കുന്ന നിന്നില്ല. ഞാൻ പാർട്ടിക്കൊന്നും ഉണ്ടാകില്ല എന്ന് സംവിധായകൻ അനിയനോടും നിർമ്മാതാവ് പാപ്പച്ചനോട് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞു. പാതിരാക്കി ഞങ്ങൾ തലസ്ഥാനം പിടിച്ചു, ഞാനും ഇന്ദ്രനും. വെള്ളമടിച്ച് മുറിയിൽ മത്സരിച്ച് വാള് വച്ച് പരസ്പരം വാഗ്വാദങ്ങളും തെറികളും വിളിച്ച് അതിൻ്റെ തലവേദനയിൽ പിറ്റേ ദിവസം പകൽ കിടന്നുറങ്ങി. പിറ്റേന്ന് വൈകുന്നേരമാണ് പലരും 3 ദിവസമൊക്കെ കിടന്നവരുണ്ടെന്നാണ് പറയണത്. എന്നിട്ടാണ് റൂം വെക്കറ്റ് ചെയ്ത് പോയത്. എക്സ്പോസ് ചെയ്ത ഫിലിം ലാബിൽ ഡെവലപ്പ് ചെയ്ത് റഷ് പ്രിൻ്റ് അടിച്ച് റഫ് കട്ട് ചെയ്ത് ഡബ്ബിങ്ങിന് റെഡിയാക്കി. ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് പാർട്ടി ആഘോഷിച്ചു പോയ മോഹൻ രാജോ എൻ്റെ പ്രിയപ്പെട്ട ശംഭു എന്ന ശ്രീകുമാറോ പിന്നെ കാവടിയാട്ടത്തിൻ്റെ പിന്നാലെ വന്നതേയില്ല. ഡബ്ബ് ചെയ്യാം എന്ന ഘട്ടമായപ്പോൾ എനിക്ക് നല്ലൊരു പാര വന്നു. വർഷങ്ങളായി പല ഷെഡ്യൂളുകളായി മുടങ്ങിക്കിടന്ന് പൂർത്തീകരിച്ച ആചാര്യൻ സിനിമ റിലീസിംഗ് ഡേറ്റ് നിശ്ചയിച്ച് മുരളി ഫിലിംസ് ഡബ്ബിങ് തുടങ്ങാനായിട്ട് റെഡിയായി. രണ്ടും ഡബ്ബിങ് നടക്കുന്നത് ചിത്രാഞ്ജലിയിലാണ്. അതുമാത്രമാണ് എനിക്ക് തുണയായത്. എന്നാലും രണ്ടും കൂടി ചെയ്യാൻ എനിക്ക് പരിമിതിയുണ്ട്. പ്രശ്നം ഞാൻ അനിയനോട് സംസാരിച്ചു. മോഹൻരാജ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ താഴെയാണ് താമസം, കുടുംബസമേതം. അയാളെ വിളിക്കണം എന്നായി ഞാൻ അയാളെ വിളിക്കില്ല. ദിനേശിന് ആചാര്യൻ വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് ഡബ്ബിങ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ദിനേശ് വേണമെങ്കിൽ സംസാരിക്കുക എന്നായി അനിയൻ. ഞാൻ മോഹൻരാജിൻ്റെ വീട് തേടിച്ചെന്നു. വാ ദിനേശേ, ഇരിക്കി, എന്താ വിശേഷം, ഇതിലെ എന്നൊക്കെ പറഞ്ഞു മോഹൻരാജ് എന്നോട് വളരെ സൗഹാർദ്ദപരമായി പെരുമാറി. കാവടിയാട്ടം ഡബ്ബിങ് തുടങ്ങണം, താങ്കൾ സഹകരിക്കണം. ഞാൻ വരാം, പക്ഷേ കാവടിയാട്ടത്തിൻ്റെ സംവിധായകൻ എൻ്റെ വീട്ടിൽ വന്ന് മാപ്പ് പറഞ്ഞ് വന്ന് വർക്ക് ചെയ്യാൻ വിളിച്ചാൽ മാത്രം ഞാൻ വരാം. അല്ലേൽ എൻ്റെ ബാക്കി കാശ് തന്നേക്കാൻ ദിനേശ് ഒന്ന് പറയണം. ഞാനെത്ര സീനിയറാ ദിനേശേ, അവൻ എന്നെ സാർ വിടുന്നു. കോപ്പിലെ ഡയറക്ടർ ആ ശ്രീകുമാറിനെയും ചതിച്ചു, ആരെ ശംഭുവിനെയും ചതിച്ചത്. ഞാൻ ചോദിച്ചു എങ്ങനെ? അയാളെ അസോസിയേറ്റ് ഡയറക്ടറായി കൊണ്ടുവന്നിട്ട് ദിനേശിൻ്റെയും താഴെയല്ലേ അയാളെ നിർത്തിയത്? അതെങ്ങനെ? ഞാൻ അസോസിയേറ്റും ഫസ്റ്റ് അസിസ്റ്റൻറ്റും ഒന്നും ആയിരുന്നില്ലല്ലോ എന്നായി ഞാൻ. നിന്നെ പറ്റിച്ച കഥയും എനിക്കറിയാം. ഞാൻ പതിയെ എണീറ്റു. നിങ്ങൾ വരണം, ഡബ്ബിങ് മുതലുള്ള പണികളെല്ലാം നിങ്ങൾ ചെയ്യണം. ഒന്നുമില്ലേലും അനിയൻ നിങ്ങളെ അസോസിയേറ്റായി വച്ചതല്ലേ. ആ കഥ പിന്നീടൊരിക്കൽ ദിനേശിനോട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇറങ്ങി. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ എന്താ പറയുക, ആചാര്യൻ ഡബ്ബ് ചെയ്യും. 2 മണി മുതൽ രാത്രി 9 മണി വരെ കാവടിയാട്ടം ഡബ്ബ് ചെയ്യും. ചില ദിവസങ്ങളിൽ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട്, രണ്ടും ഞാനാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ചാർട്ട് ചെയ്യാം. അങ്ങനെ 2 പടവുമായിട്ട് ഏതാണ്ട് ഒരു 10-16 മണിക്കൂർ ഞാൻ ദിവസം വർക്ക് ചെയ്ത് ഒരു പരുവമായി എന്ന് പറയാം. പടം ഭംഗിയായി തീർത്തു. നല്ല അഭിപ്രായവും നല്ല സാമ്പത്തിക വിജയവുമായി മാറി കാവടിയാട്ടം. സിനിമ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, അതിനാൽ സിനിമ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുച്ഛമായ ശമ്പളം കൊടുത്താൽ ഒരു മാനേജറെ കിട്ടി എന്നതുകൊണ്ടും കാര്യമില്ല. കാവടിയാട്ടത്തിൻ്റെ ഒരു പരാജയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വലിയ വിജയമായി വലിയ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കി. പക്ഷെ പ്രശ്നം എന്താണെന്ന് കേട്ടാൽ, പാപ്പച്ചൻ ഒരു പാവം ഒരു മനുഷ്യനെ മാനേജരായിട്ട് വെച്ചു. ഒരു തിയേറ്റർ, പടം കളിക്കാനുള്ള തിയേറ്റർ ബുക്ക് ചെയ്യാനുള്ള ത്രാണി പോലും ഇല്ലാത്ത ഒരാളുടെ ചെറിയ ശമ്പളം കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു വെച്ച്. വാസ്തവത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സിനിമ വിതരണത്തിലും തിയേറ്ററുകാരുമായി നല്ല ബന്ധവും സിനിമ മാർക്കറ്റ് ചെയ്യാനുള്ള മിടുക്കും ഒക്കെയുള്ള ആളാകണം ഒരു സിനിമാ വിതരണ രംഗത്തെ മാനേജർ. ഒരു പടം കണ്ടാൽ
ഈ ടോണറിലുള്ള പടം ഏത് തിയേറ്ററിൽ കളിച്ചാൽ ആളെ കിട്ടും, എത്ര തിയേറ്ററുകളിൽ ഈ സിനിമ ഒന്നിച്ച് റിലീസ് ചെയ്യാം, എവിടെയൊക്കെ എന്തൊക്കെ പരസ്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം അറിയാവുന്ന ഒരാൾ 10,000 രൂപ കൂടുതൽ ശമ്പളം ചോദിച്ചാലും വയ്ക്കണം എന്നാണ് എൻ്റെ പക്ഷം. അവർ ലക്ഷങ്ങൾ നേടിത്തരും തിയേറ്ററുകളിൽ നിന്ന്. സിയോൺ പാപ്പച്ചന് പറ്റിയ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പാവത്തിനെ പിടിച്ച് മാനേജരാക്കിയതാണ് സിയോൺ പാപ്പച്ചന് സിനിമ തന്നെ നിർത്തിപ്പോവേണ്ടി വന്നത് എന്ന് ഞാൻ പറയും. കൊച്ചിയിലോ കോഴിക്കോട്ടോ ഇവർക്ക് ഓഫീസില്ല. കിട്ടിയ തിയേറ്ററുകളിൽ കളിച്ചു, കിട്ടിയത് വാരി. എന്നിട്ടും പടം ഹിറ്റായിരുന്നു. നന്നായി മാർക്കറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കാവടിയാട്ടം വമ്പിച്ച ലാഭം കൊയ്തേനെ. ഈ ചിത്രത്തോടെ സിയോൺ പാപ്പച്ചൻ സിനിമ രംഗം വിട്ടു. അദ്ദേഹം സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, പിന്നെ കെട്ടിടം നിർമ്മിച്ച് നൽകുന്നത് തുടങ്ങി, പിന്നെ എല്ലാം അവസാനിപ്പിച്ച് ഇപ്പോൾ വീട്ടിലൊതുങ്ങിയിരിക്കുകയാണ്. പ്രായമായല്ലോ. ആദ്യ സിനിമയുടെ വിജയത്തിൽ നിന്നും അനിയൻ പുതിയ സിനിമയ്ക്കായി കഥകൾ കേട്ടു. അതിലൊരു കഥ ഉറപ്പിച്ചു. രാജൻ കിരിയത്തും വിനു കിരിയത്തും തിരക്കഥ എഴുതും, അനിയനും ചേട്ടനും കൂടി. എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വന്ന ഗോപികൃഷ്ണൻ്റെ സുഹൃത്തായ CB വാച്ചാപ്പറമ്പിലും എന്ന സുഹൃത്തും ചേർന്ന് ആ സിനിമ നിർമ്മിക്കും. ജയറാം തന്നെ നായകനും. ആ സിനിമ തിരക്കഥാ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കുക്കീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുക്കീസിലിരുന്ന് നിർമ്മാതാക്കളും ഇരട്ട തിരക്കഥാകൃത്തുക്കളും സംവിധായകനും കൂടെ ചർച്ച ചെയ്ത് ആ സിനിമ മറ്റൊരു ഇരട്ട സംവിധാനം ചെയ്തു, അനിൽ ബാബു. അത് ഇതിനേക്കാളും രസകരമായ കഥയായതുകൊണ്ട് കാവടിയോട്ടവുമായി ചേർത്ത് പറയുന്നില്ല. ഇനി ഒരിക്കലും ആ പടത്തെക്കുറിച്ച് ഞാൻ പറയാം. അനിൽ ബാബുമാർ അനിയൻ ചെയ്യാതിരുന്ന സിനിമ എങ്ങനെ അനിൽ ബാബുമാർ ചെയ്തു. ആ പടവും വലിയ ഹിറ്റായിരുന്നു. അതിനെപ്പറ്റി പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട്, കാവടിയാട്ടം എന്ന സിനിമയെക്കുറിച്ച് 3 എപ്പിസോഡിലായി ഞാൻ പറഞ്ഞതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർത്തിട്ടില്ല. കാരണം തിരുവനന്തപുരത്ത് അനിയൻ ജീവിച്ചിരിപ്പുണ്ട്, ജയറാം ജീവിച്ചിരിപ്പുണ്ട്, ശ്രീകുമാർ ജീവിച്ചിരിപ്പുണ്ട്, മോഹൻരാജ് ജീവിച്ചിരിപ്പുണ്ട്, ഗിരീഷ് വൈക്ക ജീവിച്ചിരിപ്പുണ്ട്, ചന്ദ്രൻ പനങ്ങോട് ജീവിച്ചിരിപ്പുണ്ട്. ഗോപികൃഷ്ണൻ മാത്രമേ ഇല്ലാതുള്ളൂ. ഞാൻ സത്യസന്ധമായാണ് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിൽ ആരെയൊക്കെ കുറിച്ച് എങ്ങനെയൊക്കെ വിലയിരുത്തണമെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. ഞാൻ എന്തായാലും 100% സിൻസിയറായാണ് ഈ സിനിമയിൽ സഹകരിച്ചത്. 3 എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.